ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈക്രോടെക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ വന്ദേ ഭാരത് സർവീസാണ്. ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ് വന്ദേ ഭാരത്. ഇപ്പോൾ ഞാൻ എൻ്റെ പുറകെ വന്ദേ ഭാരതം ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ പോകുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അതായത് ഞങ്ങൾ ഒരു തൃശ്ശൂർ ടു കോഴിക്കോട് ട്രിപ്പാണ് പോകുന്നത്. ഇപ്പോൾ വന്ദേ ഭാരത് വഴിയാണ് പോകുന്നത്. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ കയറാൻ പോകുന്നത്. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു വന്ദേ ഭാരതിൽ ഒന്ന് കയറണമെന്ന്. അപ്പോൾ ഞങ്ങൾ വന്ദേ ഭാരതിൽ പോകാൻ തീരുമാനിച്ചു. ഞങ്ങളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 9:20 ഇവിടുന്ന് ഇറങ്ങുന്നത്. കാലത്ത് 9:20 ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വന്ദേ ഭാരതിൽ. അപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ വന്ന് സ്റ്റോപ്പായി. ഈ വന്ദേ ഭാരത് ട്രെയിനിലാണെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഡിസ്പ്ലേ ഉണ്ട്. അതിൽ തന്നെ സ്ഥലവും പിന്നെ വേറെ ഡീറ്റെയിൽസൊക്കെ കാണിക്കും. പിന്നെ കമ്പാർട്ട്മെൻറ്റൊക്കെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി കയറാവുന്നതാണ്. ഇത് ഞങ്ങൾ അകത്ത് കയറി നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും 3 സീറ്റുകളായിട്ടാണ് ഉള്ളത്. പിന്നെ ബാഗൊക്കെ മേലെ കയറ്റി വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അവിടെ ബാക്കിലാണെങ്കിൽ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ചില കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സ്ക്രീനിലാണെങ്കിൽ എവിടെ എത്തിയെന്നുള്ള കറക്റ്റ് ലൊക്കേഷനും കാണിക്കും. പിന്നെ എത്ര സമയം കൊണ്ട് എത്തുമെന്നും കാണിക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നേരത്തെ ഒരു ചേച്ചി വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാം ഒരു ട്രേയും അതിലൊരു ബിസ്ക്കറ്റും പിന്നെ ഒരു പൗഡറും തന്നിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചൂടുവെള്ളം തന്നു. പിന്നെ ആ ട്രേയിൽ തന്നെ വേറൊരു ചെറിയൊരു സ്റ്റിക്കും ഉണ്ടായിരുന്നു. ആ പൗഡർ എടുത്തിട്ട് നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പാൽ കാപ്പി കുടിക്കാൻ പറ്റും. അതായത് ആ പൗഡർ ആണെങ്കിൽ പാൽപ്പൊടിയും കാപ്പിപ്പൊടിയും പിന്നെ പഞ്ചസാരയും മിക്സാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കുമ്പോഴേക്കും നമുക്ക് കാപ്പി കുടിക്കാൻ പറ്റും. വന്ദേ ഭാരതിനുള്ളിലത്തെ ഡിസ്പ്ലേയുടെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വന്ദേ ഭാരതിനകത്ത് മൊത്തം ഓട്ടോമാറ്റിക് ഡോറുകളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബോഗിയിൽ നിന്ന് വേറെ ബോഗിയിലേക്ക് പോകുമ്പോഴുള്ള ഡോറുകൾ തന്നെ ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ഇവിടെ ഹൈജീനിക് ബാത്റൂംസ് ആണ് ഉള്ളത്. നമ്മളിപ്പോൾ സീറ്റിലിരിക്കുമ്പോൾ സീറ്റിൻ്റെ താഴെയായിട്ട് ഒരു സോക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഫോണൊക്കെ ചാർജർ കൊണ്ടുവരികയാണെങ്കിൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ സീറ്റുകളിലായിട്ട് ന്യൂസ് പേപ്പറും പിന്നെ ആ ട്രെയിൽ തന്നെയുള്ള പേപ്പറത്തെ QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ കൂടുതൽ സർവീസിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഫ്ലൈറ്റിലെ പോലെ തന്നെ ഭക്ഷണമൊക്കെ വയ്ക്കാനായിട്ടുള്ള ട്രേ കിട്ടും. നമ്മൾ കുറച്ചുകൂടെ നേരമാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്ത് സ്നാക്സും പിന്നെ വേറെ സാധനങ്ങളും കിട്ടും. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ സീറ്റിൻ്റെ സൈഡിലായിട്ട് മറ്റ് കർട്ടൻ പോലത്തൊരു സാധനമുണ്ട്. അതായത് ഒരു ഷീറ്റാണ്. സൺലൈറ്റ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ താഴത്തേക്ക് വലിച്ചിടാൻ പറ്റും. എല്ലാ സീറ്റുകളിലും ഇതുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബോഗിയിൽ നിന്ന് വേറെ ബോഗിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ഡോറുകളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ട്രെയിനിലേക്ക് കയറുമ്പോഴുള്ള ഡോറുണ്ടല്ലോ, ആ ഡോറാണ് ശരിക്കും അമേസിങ്. അതായത് നമ്മൾ കയറുമ്പോഴുള്ള ഡോറ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വന്നിട്ട് സൈഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റും. ഇവിടെ ഇപ്പം നമ്മുടെ മറ്റേ ബാഗ് വയ്ക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ ബാഗ് വയ്ക്കുന്ന സ്ഥലത്തിൻ്റെ താഴെയായിട്ട് ഒരു റൗണ്ടുള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ആ സാധനം നമ്മൾ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അകത്തുനിന്ന് ലൈറ്റ് ഉണ്ടാവും. അതായത് നമ്മൾ രാത്രിയൊക്കെ ഇരുന്ന് നമ്മളെ സീറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഹാൻഡിലുകളിലൊക്കെയുള്ള ഡോട്ട്സ് വെച്ചിട്ട് കണ്ണ് കാണാത്തവർക്ക് തന്നെ കറക്റ്റ് സീറ്റ് നമ്പർ കണ്ടുപിടിച്ച് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. ഇപ്പോൾ വന്ദേ ഭാരത് ഞങ്ങളിപ്പോൾ കോഴിക്കോട് എത്തി. വളരെ പെട്ടെന്ന് തന്നെ എത്തി. 2 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് ഒരു 11 മണിയാകുമ്പോഴേക്കും എത്തി. അപ്പോൾ വന്ദേ ഭാരത് ഞങ്ങളിപ്പോൾ കോഴിക്കോടിലെത്തിയിട്ട് ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ട്രെയിൻ കാസർഗോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.